ശശീല ടീച്ചർ, നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് അഭിപ്രായം അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ വിമർശിച്ചാൽ ഒരാൾക്ക് പബ്ലിസിറ്റി കിട്ടും, അതുകൊണ്ട് നമുക്ക് മൗനം അവലംബിക്കാം എന്ന് കരുതുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ആ ഒരു സമീപന എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ടീച്ചർ വേടനെ വിമർശിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എനിക്ക് മുമ്പ് സംസാരിച്ച കെ ഹരിദാസ്ജി അദ്ദേഹം കാര്യമാത്രം ശക്തമായി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് BJP എന്നോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്റെ മക്കളും എന്നോട് പറഞ്ഞിട്ടില്ല അമ്മ ഇന്ന വിധത്തിലാണ് അല്ലെങ്കിൽ ടീച്ചർ ഇന്ന വിധത്തിലാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് എന്നോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ എന്റെ മക്കളോ ഒരു കാലത്തും, കാരണം അവരുടെ ആരുടെയും വാക്കുകൾ കേട്ടുകൊണ്ടല്ല, മറിച്ച് ഞാൻ എങ്ങനെയാണ് ഒരു വിഷയത്തെ കാണുന്നത് അതനുസരിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ മാധ്യമങ്ങൾ അറ്റവും മുറ്റവും മുറിച്ച് ഏച്ചുകൂട്ടി കൊടുത്ത എന്റെ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ അത് കേട്ടുകൊണ്ടാണ് ഈ പറയുന്നത്. എനിക്ക് അതിൽ ആക്ഷേപമൊന്നുമില്ല, കാരണം മറിച്ച് പ്രഭാഷണം പൂർണ്ണമായി ഉണ്ട്, ജനം ടിവിയിൽ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണമായ പ്രഭാഷണം അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിലധികം നീണ്ട ഒരു പ്രഭാഷണമാണ് അത് നടന്നത്. ഈ മെയ് മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മെയ് മാസം 21 ഞങ്ങൾ വളരെ മുൻപ് ഈ വേടന്റെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വരുന്നതിന് വളരെ മുൻപ് ഞങ്ങൾ നിശ്ചയിച്ച ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക്, OBC OEC വിഭാഗക്കാർക്ക് ഒക്കെ കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ സമയത്ത് നൽകണമെന്നും ലാപ്സാക്കി കളയരുത് എന്നും അത് കാര്യക്ഷമമായി ഭരണകൂടം ഇടപെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് 14 ജില്ലാ സ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തുകയും അതിലൂടെ ജില്ലാ കളക്ടർമാർക്ക് അതിന്റെ മെമ്മോറാണ്ടം കൊടുക്കുകയും ആ ജില്ലാ കളക്ടർമാരിലൂടെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും ഒക്കെ, എക്സൈസ് വകുപ്പ് മന്ത്രി എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് ഈ രാസലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം എന്നത്. അത് ഭരണകൂടത്തിന് ഒറ്റയ്ക്ക് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഭരണകൂടത്തോടൊപ്പം സംഘടനകളും വ്യക്തികളും ഒക്കെ മുൻകൈയെടുത്ത് രാസലഹരിക്കെതിരെ വളരെ ശക്തമായ ഒരു മുന്നേറ്റം നടത്തണം എന്നുള്ളത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഹിന്ദു ഐക്യവേദി എന്ന സംഘടന, പ്രത്യേകിച്ച് അതിന്റെ മഹിളാ വിഭാഗം, അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലഹരി വിമുക്ത കേരളം എന്നത്. ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അണ്ണാറക്കണ്ണന് തന്നാലായ വിധത്തിൽ സമാജത്തിൽ ഇടപെടണം എന്ന് വിചാരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഞാൻ ഒരു അമ്മയാണ്, അമ്മൂമ്മയാണ്, ഒരു അധ്യാപിക, റിട്ടയർഡ് അധ്യാപികയാണ്. ഇവിടെ കേരളത്തിന്റെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഈ അപകടകരമായ മാറ്റം കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് എല്ലാറ്റിനെയും വരുന്ന എല്ലാ മാറ്റത്തിന്റെയും പിന്നിൽ ലഹരി ഒരു ഘടകമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വയസ്സുള്ള കുട്ടി 2 വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ അത്തരം ഒരു സാഹചര്യത്തിലേക്കൊക്കെ എങ്ങനെ എത്തണം? അതുപോലെ തന്നെ ഇപ്പൊ ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ വീട്ടിലുള്ളവർ തമ്മിൽ ഭയക്കുന്നു. കാരണം ആരെ ഏത് ആയുധത്തിന്റെ പെരുമാറുമെന്ന് പറയാൻ സാധിക്കില്ല. കുടുംബത്തെ മുഴുവൻ കൊല്ലാൻ ഒരു മടിയില്ലാത്ത വിധത്തിൽ നിസ്സാര കാരണങ്ങളെ കൊണ്ട് വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന വിധത്തില്. അപ്പോ അതേപോലെ തന്നെ റോഡപകടങ്ങളാണെങ്കിൽ ഇതിനെല്ലാം വഴിവെക്കുന്നത് ഈ ലഹരിയാണ്. എങ്കിൽ നമുക്കതൊന്നും മോചനം നേരത്തെ ഈ നിസ്സാരമായി അടുത്തു വരുന്ന ഇലക്ഷനെ മാത്രമാണ് കാണേണ്ടത്. മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാത്ത രാഷ്ട്രീയമാണോ നമ്മൾ നടത്തുന്നത്? ഇലക്ഷൻ വരുമ്പോൾ ആരെങ്കിലൊക്കെ ജയിക്കും തോൽക്കും, പക്ഷേ നമ്മുടെ ജനത ഇവിടെ നിലനിൽക്കട്ടെ, ബുദ്ധിയും ബോധവും ഉള്ള ജനങ്ങളായി അവർ മാറട്ടെ. അതോ ചൈനയിലെ യുവാക്കളുടെ പോരാട്ട വീര്യത്തെ പണ്ട് യൂറോപ്യന്മാർ കെടുത്തിയത് മയക്കുമരുന്ന് കൊടുത്തിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്, കറുപ്പ്. അതിനുശേഷം മാത്രമേ ചൈനയെ അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാര്, നമ്മുടെ നാടിന്റെ സമ്പത്ത് ഇവിടുത്തെ ജനങ്ങളാണ്, അവരെ മയക്കി കിടത്തും. അതിന് പോപ്പുലാരിറ്റി നോക്കിയാണോ പ്രതികരിക്കുന്നത്? ഞാൻ നിങ്ങളെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും ലഹരിക്കെതിരെ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ ലഹരിയെ അല്ലെങ്കിൽ ലഹരിയെ ആഗ്രഹിക്കുന്നവരോ ഉപയോഗിക്കുന്നവരോ ആയിരിക്കും ഒരു പക്ഷെ കൂടുതൽ. അപ്പോ അത്തരത്തിൽക്കാര് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ലഹരിക്കെതിരെ പറയണ്ട, നമുക്ക് ലഹരിക്കാരുടെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറ്റുമെന്നത്. കാരണം എന്റെ അച്ഛനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു സമൂഹത്തിൽ ചെന്നാൽ ഞങ്ങളൊക്കെ വഷളാവുകയാണ്. കാരണം എന്താ വെച്ചാൽ മദ്യപിക്കാത്തവരില്ല അതിനകത്ത്. അപ്പൊ ഞാനൊക്കെ അവിടെ ചിലപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ആളെ പോലെ ആവുകയാണ് എന്ന് അച്ഛനൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തിരി പേരെ ലഹരിക്ക് അടിമപ്പെടാത്തുള്ളൂ എങ്കിൽ നമ്മൾ ലഹരിക്കെതിരെ സംസാരിക്കേണ്ട എന്നുള്ളത്. ഇനി ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് വരട്ടെ. എനിക്ക് ഈ വേടനെ ഞാൻ ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ എനിക്കറിയാം.
എനിക്ക് ഈ റാപ്പ് എന്ന സംഗീതം അന്നും അറിയില്ല ഇന്നും അറിയില്ല എന്താണെന്ന്. ഇപ്പൊ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാറില്ല. ഈ വ്യക്തിയെ ഞാൻ അറിയുന്നത് ഈ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോഴും ഞാൻ ചോദിക്കുക പലരോട് ഇത് എന്താ സംഭവം എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരാൾ എന്താ ഞാനത് അറിഞ്ഞിട്ടില്ല. അല്ലാതെ മോദിയെ പറഞ്ഞു ഇതൊന്നും എന്റെ ഒരു വിഷയമല്ല. അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് കേട്ടത്. അങ്ങനെ ഒരു പാട്ടുണ്ടാകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടത്. അപ്പൊ ഈ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ നടന്ന ധർണ അത് പാലക്കാട് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. പാലക്കാടിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനവിഭാഗങ്ങളുള്ള ജില്ലയാണ് പാലക്കാട്. അതേപോലെ തന്നെ പട്ടികവർഗ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഒരു ജില്ലയിലാണ് ഞാൻ ഈ പരിപാടി അവതരിപ്പിച്ചത്, അല്ല ഈ മറ്റേ ഉദ്ഘാടനം ചെയ്തത്. അവിടെ വസ്തുനിഷ്ഠമായ കണക്കുകൾ അവതരിപ്പിച്ചു. അതൊന്നും ആരും കേട്ടില്ല. അതാണ് അരമണിക്കൂർ നീണ്ട പ്രഭാഷണത്തിൽ 3 മിനിറ്റ് പിടിച്ചുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കി കൊണ്ടുപോയത്. അവിടെ കൃത്യമായി എത്ര ശതമാനം ലംസം ഗ്രാന്റ് വിതരണം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇപ്പൊ ഈ കുട്ടി നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസത്തിൽ അവർ എത്രമാത്രം അവഗണിക്കപ്പെടുന്നു, OEC എന്ന വിഭാഗം ഇല്ലത്തുനിന്ന് പോലും ചെയ്തു അമ്മ തൊട്ട് എത്തിയതുമില്ല എന്നുള്ള കോലത്തിൽ, കാരണം OBC വിട്ടു SC ആനുകൂല്യം കിട്ടി, ഇതൊന്നുമില്ല. ഇങ്ങനെ ഇവരെയൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മുന്നിൽ ഇങ്ങനെ ഇട്ട് തുള്ളിച്ച് ചുടുചോറ് മാന്തിക്കുകയാണ് ഭരണകൂടം ചെയ്യണത്. ഇവരെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. ന്യായമായി പരിഹാരം കാണണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആ കൂട്ടത്തിൽ 2 കാര്യങ്ങൾ. ഒന്ന്, പട്ടികജാതി പട്ടികവർഗ ഫണ്ട് ലാപ്സ് ആക്കരുത്. ലാപ്സ് ആക്കിയതിന്റെ കണക്കുകളായിരുന്നു ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടായിരുന്നത്. ലാപ്സ് ആക്കരുത് എന്ന് പറയുമ്പോൾ പാലക്കാട് മലമ്പുഴ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ആതിഥേയത്വത്തിലാണ് പട്ടികജാതി പട്ടികവർഗ സംഗമം സർക്കാർ സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറയുകയും അതെന്റെ തെറ്റാണ് എന്ന് ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വരേണ്ട കാര്യമുണ്ടോ? 2, ആ ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ അത്തരം ഗോത്രകലകൾ ആദരിക്കപ്പെടട്ടെ. പട്ടികജാതിക്കാരെ അതേ അവതരിപ്പിക്കാവൂ എന്നല്ല പറഞ്ഞത്. പക്ഷെ ഗോത്രകലകൾ ഊർജ്ജശ്വാസം വലിക്കുകയാണ്, വംശനാശ ഭീഷണി നേരിടുകയാണ്. അവർക്ക് 10,000ങ്ങളെ ആകർഷിക്കാനുള്ള കഴിവില്ല. അവർ തെറി പറയുന്നില്ല, അവർ മയക്കുമരുന്ന് ഉപയോഗിച്ച് ചാടിക്കളിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ മുന്നിലേക്ക് 10,000ങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിയില്ല. ലക്ഷങ്ങൾ വില പറഞ്ഞുകൊണ്ട് അവരുടെ കലാരൂപത്തെ ഒരാൾ വേദിയിലേക്ക് കൊണ്ടുപോകില്ല. അപ്പൊ ആ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാഞ്ഞു പോകുന്ന ആ ഗോത്രവർഗ കലാരൂപങ്ങളെ ആരാണ് സംരക്ഷിക്കേണ്ടത്? അപ്പൊ ഈ ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്തിരുന്നുവെങ്കിൽ, മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടികളിൽ അത്തരം കലാകാരന്മാർക്ക് ആദരവ് കൊടുത്തിരുന്നുവെങ്കിൽ, ഇതിന്റെ നയാ പൈസയെങ്കിലും അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ആ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഇത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫണ്ട് വക മാറ്റി ചെലവഴിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം എവിടെ പരിപാടി നടത്തിയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ തന്നെ എന്ത് തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അദ്ദേഹത്തെ പേടിയാണെന്നൊക്കെ പറഞ്ഞായിക്കോട്ടെ, ഞാൻ പേടിച്ച് മാറി നിൽക്കുകയോ വണങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യാം. എന്റെ കൺസേൺ ആ വ്യക്തിയല്ല, എന്റെ കൺസേൺ സമൂഹമാണ്. സമൂഹത്തിൽ ആരാണോ ദുർബലരായി നിൽക്കുന്നത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. അല്ല ഞാൻ എവിടെയെങ്കിലും എത്തണമെന്നോ എന്നെ ആരും ഒന്നും പറയരുതെന്നോ ഒന്നും ഉദ്ദേശിച്ചല്ല ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഈ ഫണ്ട് വകമാറ്റിയതിനെതിരെ അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താമായിരുന്നു. പക്ഷെ അത് ഈ ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തരുതായിരുന്നു. അതുപോലെ തന്നെ ഇത്തരം സർക്കാർ പരിപാടികളിൽ ഇതുപോലെ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു, ഇനി ഞങ്ങൾ സ്കൂളിൽ കുട്ടികൾ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഇനി മേലാക്ക ഉപയോഗിക്കില്ല. ഞാൻ കേട്ടുവരും. കാരണം എന്തേലും പിടിച്ച അപ്പൊ പറയും ടീച്ചറെ ഇനി മേലാക്ക ഉണ്ടാവൂല. ആ കുട്ടികൾക്ക് അത് മതി, ഇനി മേലാക്ക ഉണ്ടാവൂല എന്നുള്ളത് മതി. പക്ഷേ ഇത് കഞ്ചാവ് കേസാണ്. കേരളം അതിന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കരകാണാൻ കടലിൽ കടന്ന് നീന്തുക കേരളം. ലഹരിയിൽ നിന്ന് എങ്ങനെ മുതൽ LP സ്കൂളിൽ വരെ ലഹരി കിട്ടാവുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ ലഹരിക്കെതിരെയുള്ള അംബാസഡറാക്കി മാറ്റുന്നത് ലഹരി ഉപയോഗിച്ച ഒരാളെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ പിഞ്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നത് വളരെ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ 4 വയസ്സുകാരി കുട്ടിയെ പീഡിപ്പിച്ച വ്യക്തി നിലവിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി, എനിക്ക് തെറ്റുപറ്റിയെന്നാ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിയ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. അവനെയാണോ നമ്മൾ അംബാസഡർ ആക്കേണ്ടത്? കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ സർക്കാർ നടത്തുന്ന പരിപാടികൾ ഇവനെ കൊണ്ടുപോയി നാളെ ഇരുത്തില്ലേ? കാരണം അവൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞു പോയല്ലോ. തെറ്റുപറ്റി, കാരണം എനിക്കറിയാൻ വയ്യായിരുന്നു ഈ കുട്ടിയെ പീഡിപ്പിക്കരുത്, എനിക്കറിയാൻ വയ്യായിരുന്നു. എന്റെ സഹോദര കുട്ടിയെ ഞാൻ അതും എന്താന്ന് പറഞ്ഞാൽ മുലപ്പാലിന്റെ മണം മാറാത്ത കുട്ടിയെ ഞാൻ പിച്ച് ചീന്തരുത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആയിക്കോട്ടെ, ഏറ്റു പറഞ്ഞുവല്ലോ, എന്റെ വലിയ വേഴ എന്ന് ഏറ്റു പറഞ്ഞുവല്ലോ. ഇനി നമ്മൾ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് അംബാസഡറായി കൊണ്ടുപോകുന്നത് ഈ വ്യക്തിയെയാണ്. അപ്പൊ ഞാൻ കഞ്ചാവ് അടിച്ചു എന്ന് സമ്മതിക്കുകയും അതേപോലെ തന്നെ സ്ത്രീ പീഡന കേസിൽ മാപ്പ് പറയുകയൊക്കെ ചെയ്ത വ്യക്തി, ഇവർക്കൊക്കെ ജീവിക്കാൻ അവകാശമുണ്ട്, ഇവർക്ക് കല നടത്താൻ അവകാശമുണ്ട്, ഇവർക്ക് ഏത് പബ്ലിസിറ്റി. പക്ഷെ അത് സർക്കാർ ആഭിമുഖ്യത്തിലാണ്. കാരണം നമ്മൾ നല്ല സന്ദേശമാണ് വളർന്നു വരുന്ന യുവജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. സ്കൂളുകളിൽ നമ്മൾ ലഹരി ലഹരിക്കായിട്ടൊരു ദിവസമുണ്ട്, ലഹരി വിരുദ്ധ ദിവസം. സെമിനാറുകൾ നടത്തുന്നു, ബോധവൽക്കരണം നടത്തുന്നു. നമ്മൾ എന്ത് ബോധവൽക്കരണം ഇവനെ വെച്ചുകൊണ്ട് നടത്തുന്നത്?
ഇത്തരത്തിൽ ഒരാളെ ആദരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ബോധവൽക്കരണമാണ് നടത്തുന്നത്? ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ അവിടെ ഉന്നയിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പട്ടികജാതി പട്ടികവർഗ OEC OBC വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അവരുടെ സംവരണം മുസ്ലിം ജനവിഭാഗത്തിന്റെ 12% സംവരണം PSCക്ക് പോകുന്നു. ഇത് ഇവർക്ക് കിട്ടേണ്ടുന്ന സംവരണമാണ്. ഇത്തരം കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ സംസാരിച്ചത്. ഈ രണ്ട് കാര്യം അത് ഇനിയും പറയും. അത് ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി എതിർത്താലും, ആരെനിക്കെതിരെ കേസ് കൊടുത്താലും, ആരെന്നെ എന്താ പറയുക വിടുവായത്തരം പറയുന്ന ആളാണെന്ന് പറഞ്ഞാലും, സർക്കാർ പരിപാടികളിൽ കേരളം ലഹരിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തി സർക്കാർ പരിപാടികളിൽ അതിഥിയായി വരരുത്. പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ അവരുമായി ബന്ധമില്ലാത്ത, അവരിത് കളിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, അവരുമായി ബന്ധമില്ലാത്ത, അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. കേരളീയം പരിപാടി നടക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റ് കാട്ടിയ ഒരു പരിപാടി ആരെയൊക്കെ വിളിച്ചുകൊണ്ട് കേരളത്തിലെ ആദിവാസികൾ ഉപയോഗിക്കുന്ന വേഷമൊന്നുമല്ല, ഒരു കുടിലുണ്ടാക്കി അങ്ങനെ 3-4 ആദിവാസികളെ വേഷം കെട്ടിച്ച് നിർത്തി നമ്മൾ ചിത്രം കണ്ടതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അത് ശരിക്കും അവരെ അപമാനിച്ചതാണ്. കാരണം അവരുടെ വേഷം ആകാമായിരുന്നു, അവരെ ആകാമായിരുന്നു. ഇത് വേഷം കെട്ടിച്ചുകൊണ്ടിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മറിച്ച് ഒരാഴ്ച പോലും ആയില്ല ഇത്തരം കേസിൽ പിടിച്ച്. എനിക്ക് ഞാൻ പുലിനകത്തിന്റെ കാര്യമൊക്കെ വിടുന്നു. കാരണം അതൊക്കെ അതാത് കാലത്ത് ചിലപ്പോൾ നിയമങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാന്നോ, മറ്റേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു വേട്ട അനുവദിക്കണം, അപ്പൊ അത് അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പുലിനകത്തിന്റെ വിഷയത്തിലേക്കേ ഞാൻ കടക്കുന്നില്ല. പകരം അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ വിദ്യാലയങ്ങൾ തുറക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളടക്കമുള്ളവർ വരുന്ന ഒരു സദസ്സിൽ മുഖ്യമന്ത്രി തോളത്ത് കൈയിട്ടുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സ്റ്റേജിൽ കയറ്റുക എന്നുള്ളത് എന്നിലെ അധ്യാപികയ്ക്ക്, എന്നിലെ അമ്മയ്ക്ക്, എന്നിലെ അമ്മൂമ്മയ്ക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ലഹരിക്കെതിരെ ഏതൊക്കെ നടപടികളിലൂടെയാണ് കേരളത്തെ മോചിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എല്ലാവരും ബദ്ധശ്രദ്ധരാണ്, അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരിക്കലും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് കാര്യമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മദ്യക്കുപ്പിയുടെ പുറത്ത് എഴുതിയിട്ടുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരെന്ന്. അതുകൊണ്ട് ഇന്ന് വരെ ഒരു മദ്യപാനി കുടിക്കാണ്ടിരുന്നിട്ടില്ല. അപ്പോ അവരിലേക്ക് അവരറിയാതെ ചില സന്ദേശങ്ങളാണ് എത്തിക്കേണ്ടത്. അല്ലെ നിങ്ങൾ കുടിക്കരുത്, നിങ്ങൾ ധരിക്കരുത് എന്നല്ല കൊടുക്കേണ്ടത്. അവരറിയാതെ ചില സന്ദേശങ്ങളാണ് കൊടുക്കേണ്ടത് എങ്കിൽ അവർക്ക് ഇതൊരു സന്ദേശമാണോ കൊടുക്കേണ്ടത്? നിങ്ങൾ ലഹരി ഉപയോഗിച്ചോ, എന്നിട്ട് നിങ്ങൾ കല അവതരിപ്പിച്ചാൽ മതി. ആളുകളെ ആകർഷിക്കുന്നതാണ് ഒരു സംഗതിയുടെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന്റെ അടിത്തറ കിടക്കുന്നത്. എത്രയാള് ജയ് വിളിക്കുന്നു എന്നുള്ളതാണോ ഒരു സംഗതിയുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ വാസ്തവം എന്താണ് എന്നുള്ളത്? ഞാൻ ഒരിക്കലും അത്തരത്തിൽ വിശ്വസിക്കുന്നില്ല. വോട്ട് ചെയ്ത് ജയിക്കുന്ന ജനാധിപത്യമായിരിക്കാം. ബാക്കിയൊരു കാര്യത്തിന് എപ്പോഴും ഇവിടുത്തെ നെഗറ്റീവ് കഥാപാത്രങ്ങൾക്ക് ആയിരിക്കും ഒരു പക്ഷെ ആള് കൂടുതൽ കിട്ടുക. പാണ്ഡവരോടൊപ്പം നിസ്സാര ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. കൗരവരോടൊപ്പം അലയടിച്ച് സാഗരം പോലെയാണ് സേന കടന്നിരുന്നത്. ഭഗവാൻ എവിടെയാ നിന്നത്? ന്യൂനപക്ഷമാണോ എന്ന് നോക്കിയിട്ട് കൗരവരുടെ പക്ഷത്താണല്ലോ പോയി നിൽക്കേണ്ടിയിരുന്നത്. ഭഗവാൻ ചെയ്യുന്നത് ന്യൂനപക്ഷത്തിന്റെ കേസിലാണ്. കാരണം എവിടെയാണോ സത്യം, എവിടെയാണോ ധർമ്മം, അവിടെ ആളുടെ എണ്ണം നോക്കിക്കൊണ്ടല്ല നിൽക്കേണ്ടത് എന്നാണ് ഞാൻ ഇതുവരെയുള്ള എന്റെ പഠനങ്ങളിൽ നിന്ന് പഠിച്ചത്. ജാതി നോക്കിയോ അല്ലെങ്കിൽ മതം നോക്കിയോ കലയെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ വായിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വായിക്കുന്ന രാമായണം നമ്പൂരി എഴുതിയ രാമായണം അല്ല. നമ്പൂരി എഴുതിയ രാമായണെ വായിക്കൂ എന്ന് എനിക്ക് വായിക്കാൻ കൂട്ടിയാൽ പറ്റില്ല. ആദികാവ്യമായത് എഴുതി വേടൻ തന്നെയാണ്. ഞാൻ വേടനാണെന്ന് പറയാതെ ഒരു വേടൻ എഴുതിയ രാമായണമാണ് ഞാൻ വായിക്കുന്നത്. ഒരു മുക്കുവൻ പകുത്ത വേദമാണ് നമുക്ക് ആധാരമായി നിൽക്കുന്നത്. മലയാളത്തിലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും ഈ പറഞ്ഞ ആദ്യ കുലത്തിലൊന്നും പെട്ടതല്ല. ഇവിടെ നമ്മുടെ ഇപ്പൊ തന്നെയുള്ള സംഗീത സംവിധായകരില് ഗായകരിലൊക്കെ എത്രയോ പേര് ജാതീയമായി നോക്കിയാൽ പിന്നിൽ നിൽക്കുന്ന അവരെ അത്തരത്തിലൊരു നെഗറ്റീവ് ഇതിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ ഒരു പക്ഷേ ജാതി പറഞ്ഞല്ലോ കലാപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നതും അത് മുന്നോട്ട് കൊണ്ടുപോയതും ഉള്ളതിനേക്കാൾ കൂടുതൽ അവർണ വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിൽ സംഗീത സംവിധായകരും അതുപോലെ തന്നെ ഗായകരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ നെഞ്ചേറ്റിവരാണ് നമ്മൾ. ആരെയാണ് ഈ അപമാനിക്കുന്നത്? ജാതി നോക്കിയാണ് നമ്മൾ കഴിവുകൾ അംഗീകരിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിടുവായത്തരം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. ഞാൻ അവിടെ വേടനെതിരെ ഞങ്ങൾ പരിപാടി നടത്തിയതല്ല. വേടൻ ഞങ്ങൾക്കൊരു ഇഷ്യൂ അല്ല. അങ്ങനെ ഒരു വ്യക്തി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇരയേ അല്ല, ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. മറിച്ച് പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ OEC വിഭാഗത്തിന്റെ OBC വിഭാഗത്തിന്റെ മുന്നേറ്റം ഞങ്ങളുടെ വിഷയമാണ്. അത് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ഈ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം, ഇന്ന് മാതൃഭൂമി മനോരമയൊക്കെ എഡിറ്റോറിയൽ എഴുതിയത് കേരളത്തിലെ മോശമാകുന്ന സാമൂഹ്യ അന്തരീക്ഷത്തെ പറ്റിയാണ്. ആ സാമൂഹ്യ അന്തരീക്ഷം ഇനിയും നമ്മൾ വഷളാക്കണം. ഇതുപോലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് അവര് മറ്റു വരട്ടെ. നേരത്തെ അവിടെ ആരെയൊക്കെ പേര് പറഞ്ഞു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കഥാപാത്രങ്ങൾ, എനിക്ക് അറിയാൻ വയ്യ. അത്തരക്കാർക്ക് പിന്നെ ആള് കൂടും. അത്തരക്കാർ വരുമ്പോൾ ആള് ധാരാളമായിട്ട് കൂടും. ആ ആള് കൂടുന്നത് നോക്കി അവിടെ നിന്ന് ജയ് വിളിക്കാൻ മറ്റാരെ കിട്ടിയാലും ശശികലയെ കിട്ടില്ല.